രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്മിത. ഞാൻ മഞ്ജു. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് കുറച്ച് കായലിച്ചൂട കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് തോരൻ വെക്കാം. ഇതിന് നെയ്ച്ചൂട എന്നും പേര് പറയും. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. ഉപ്പൊക്കെ ഇട്ട് കഴുകിയെടുക്കണം. അതേപോലെ 2 പ്രാവശ്യം ഉപ്പിട്ട് കഴുകിയെടുക്കണം. ആദ്യം നമുക്കൊന്ന് ഉപ്പിട്ട് കഴുകിയതിന് ശേഷം അത് വാരി വെച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഉപ്പിട്ട് നന്നായിട്ട് ഇതേപോലെ ഉരച്ച് കഴുകിയെടുക്കണം. അതുപോലെ നമുക്കൊരു 7 പ്രാവശ്യമെങ്കിലും നമുക്ക് വെള്ളത്തിൽ കഴുകിയെടുക്കണം. ഇത് വളരെ ചെറിയ ചൂട ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ തലയും വാലും ഒന്നും കളയേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഈ വെള്ളം ഒന്ന് ക്ലിയറായി കിട്ടുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി തോരന് വേണ്ടി നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കാന്താരി, കറിവേപ്പില, കുറച്ച് പുളി കൂടി വേണം. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവ കൂടി എടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരി മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചതച്ച് തോരൻ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളി കൂടി ചെറുതായിട്ടൊന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവിനാവശ്യമായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടുന്ന മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. മഞ്ജു, ഇത് നമുക്ക് മിക്സിക്കകത്ത് അരച്ചൊന്നും എടുക്കണ്ടേ? വേണ്ട സ്മിത, നമുക്ക് കൈ വെച്ച് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആ ഒരു തോരൻ്റെ പരുവം കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ആ ഉള്ളിയുടെയൊക്കെ കൂട്ടിലേക്ക് നമുക്ക് ഈ നെയ്ച്ചൂട കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഒരുപാട് പ്രസ് ചെയ്യാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. മഞ്ജു, ഈ നെയ്ച്ചൂടൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടുന്നതല്ല അല്ലേ? എപ്പോഴും കിട്ടുന്നതല്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് കാലമായി എനിക്കൊക്കെ കിട്ടിയിട്ട്. ഇത് നമുക്ക് അവിചാരിതമായിട്ട് കിട്ടിയതാ. അതെ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായി കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. അതുപോലെ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെറും നൈസ് ആയതുകൊണ്ട് പതുക്കെ ഇളക്കാവും, എല്ലാം പൊടിഞ്ഞു പോവും. ഒരുപാടിട്ട് ഇളക്കിയൊന്നും വേണ്ട. ഇനി ഇത് വേവാൻ അധികം താമസമൊന്നുമില്ല. ഇത് വെറും നൈസ് ആയതുകൊണ്ട് ആവി തട്ടുമ്പോഴേ ഇതങ്ങ് വെന്തോളും. പിന്നെ നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വെന്തതിന് വേണ്ടിയിട്ട് സമയം മതിയാകും. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് പറ്റിച്ചെടുക്കണം അല്ലേ? ഒന്ന് നല്ല തോരൻ പരുവത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണ്ടാക്കുന്നതുമായ നെയ്ച്ചൂട തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നെയ്ച്ചൂട കിട്ടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടവുമായ ഒരു തോരനാണിത്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുകയും വേണം.
ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.